നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നോയമ്പിന്റെ ദിനങ്ങളിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത്. അല്പസമയത്തെ ചിന്തയ്ക്കായി മത്തായി എഴുതിയ സുവിശേഷം 15:21 മുതൽ 28 വരെ. മത്തായി 15:21 മുതൽ 28 വരെ. കന്യാനി സ്ത്രീയുടെ മകൾക്ക് ലഭിക്കുന്ന സൗഖ്യമാണ് നമുക്ക് അവയെ കാണാൻ കഴിയുന്നത്. തന്റെ മകളുടെ സൗഖ്യത്തിനു വേണ്ടി യേശുവിന്റെ മുൻപിൽ വന്ന് അപേക്ഷിക്കുന്നു. യേശു അവളുടെ വിശ്വാസം കണ്ടിട്ട് അവളുടെ മകൾക്ക് സൗഖ്യം കൊടുക്കുന്നു. ദൈവത്തോടുള്ള നമ്മുടെ വിശ്വാസം എപ്രകാരമാണ് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന്റെ മുൻപിൽ നാം പോകുന്നത് വിശ്വാസത്തോടു കൂടിയാണോ? പലപ്പോഴും നാം ദൈവത്തിന് മുൻപിൽ നമുക്ക് ഇങ്ങനെ വന്നല്ലോ എന്ന് പിറുപിറുത്തുകൊണ്ടല്ലേ പോകാറുള്ളത്. നമുക്ക് നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ എന്തു തന്നെയായാലും നമുക്ക് അതിൽ നിന്ന് വിടുതൽ നൽകുവാൻ നമ്മുടെ ദൈവം മതിയായവനാണ്. നാം വിശ്വസിച്ചാൽ മാത്രം മതി. അവിടെ സ്ത്രീ ഉറക്കെ നിലവിളിക്കുമ്പോൾ അവളോട് ഒന്നും മിണ്ടാതെ യേശു മുൻപോട്ട് പോകുന്നു. എന്നാൽ അതൊന്നും നോക്കാതെ പുറകെ പോയി യേശുവിനോട് അപേക്ഷിക്കുകയാണ്. ആ വിശ്വാസമാണ് നമുക്കും വേണ്ടത്. അത് നമുക്ക് ഉണ്ടോ? നാം മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നവരാണ്. നാം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടിയില്ലെങ്കിൽ ദൈവത്തിനു നേരെ പിറുപിറുക്കുന്നവരല്ലേ? എന്റെ ഏത് പ്രതിസന്ധിക്കും രോഗത്തിനു മറുപടി തരുവാൻ, പരിഹാരം തരുവാൻ ദൈവം മതിയായവനാണ്. വിശ്വസിച്ച് മടുത്തു പോകാതെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം കണ്ടിട്ട് നമ്മുടെ രോഗങ്ങൾക്ക്, നമ്മുടെ പ്രയാസങ്ങൾക്ക് മറുപടി തരുന്ന ഒരു ദൈവം നമുക്ക് ഉണ്ട്. ഈ നോയമ്പകാലത്തിൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമീൻ.